ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഫാമിനെ പറ്റിയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. കാരണം എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഇല്ലെങ്കിൽ ഒരു 10 ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവും, എങ്ങനെയാണ് നിങ്ങൾ ബി ഫാമിൽ എത്തിപ്പെട്ടത്, നിങ്ങളെ സാലറി പാക്കേജ് എങ്ങനെയാണ്, പഠിക്കാൻ തോന്നുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് ഇതിനെപ്പറ്റി വന്നിട്ടുണ്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഇതിനെ പറ്റിയിട്ട് ഒരു ലോങ് വീഡിയോ ഇടാം, ആരെങ്കിലും കാണുകയാണെങ്കിലും ഒരു യൂസ്ഫുൾ ആവുകയാണെങ്കിലോ. അപ്പം ഈ ബി ഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കൊല്ലത്തെ ഒരു ഡിഗ്രി കോഴ്സാണ്, ബാച്ചിലർ ഓഫ് ഫാർമസി. ഇതല്ലാണ്ട് 2 കൊല്ലത്തെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, ഡി ഫാം എന്ന് പറയും. അപ്പോൾ ഈ ബി ഫാമും ഡി ഫാമും പഠിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തൊക്കെ പോയി ജോലി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഈ ഫാർമസി കോഴ്സ് എടുക്കുന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടാവും, പുറത്ത് പോയിട്ട് വർക്ക് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു സാലറിയിൽ ഏൺ ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉദ്ദേശമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം പഠിക്കണം. ഇനിയിപ്പോൾ നാട്ടിൽ തന്നെ വർക്ക് ചെയ്താൽ മതി എന്നുള്ള ആൾക്കാരാണെങ്കിൽ 1.5 കൊല്ലത്ത് അല്ലെങ്കിൽ 1 കൊല്ലത്ത് ഒരു കോഴ്സ് ഇറങ്ങിയിട്ട് അത് പഠിച്ചിട്ട് നിങ്ങൾക്ക് നാട്ടിലുള്ള ഫാർമസി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് എനിക്ക് തരാനുള്ള ഉത്തരം. കാരണം പക്ഷെ അത്ര സിമ്പിളാണ്, അത് അത്ര സിമ്പിളല്ല, പക്ഷെ നമ്മൾ പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇന്റെ ബേസിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, പക്ഷെ ഇന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞാൻ കടന്നു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പം ഇനി ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അടിയിൽ അത്ര എളുപ്പമൊന്നുമല്ല അല്ലെങ്കിൽ അത്രയും എളുപ്പമാണ് കുറേ ഒന്നും ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് ആരും വരരുത്. ഞാൻ എൻ്റെ ഒബ്സർവേഷനിലുള്ള അല്ലെങ്കിൽ ഞാൻ കടന്നു പോയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പം പഠിക്കാൻ ഒരുപാടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ അത്യാവശ്യം ഒരുപാടുണ്ട്. നമ്മുടെ MBBS അത്ര ഇല്ലെങ്കിലും അതിനെക്കാട്ടി കുറച്ചും കൂടി കുറവുള്ള സിലബസ് ആണ് ഈ ഒരു ബി ഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഒരുപാട് എക്സാംസ് എഴുതാൻസ് ഉണ്ടാവും. കാരണം നമുക്ക് 8 സെമ്മാണ് ടോട്ടൽ വരുന്നത് 4 കൊല്ലത്ത്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് ഓരോ സെമ്മിലും ഫസ്റ്റ് സെഷണൽ, സെക്കൻഡ് സെഷണൽ, പിന്നെ മെയിൻ എക്സാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു എക്സാംസിൻ്റെ എണ്ണങ്ങൾ ഇങ്ങനെ ഓരോ സെമ്മ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും കേട്ടോ. അപ്പം അങ്ങനെ ഇരുന്ന് പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് എന്തായാലും എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് പഠിച്ച് കാർവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആൾക്കാർക്കും എന്തായാലും പറ്റും. അപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ബി ഫാം എടുക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കണ്ണുകൂട്ടിയവരോട് എടുത്തോളാൻ പറയും. കാരണം നമ്മൾ ഇപ്പോഴത്തെ ഒരു ലെവൽ നോക്കണ്ട, നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സാലറി കാര്യങ്ങളും കിട്ടി, അവിടെ ഒന്നല്ലെങ്കിൽ സാലറിയൊക്കെ പോട്ടെ നമുക്ക് റെസ്പെക്റ്റ് കിട്ടും. ഇവിടുത്തെ നാട്ടിലത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, മരുന്നെടുത്ത് കൊടുക്കുന്ന പണിയല്ലേ, ആ മരുന്ന് ഷോപ്പിലാണ് ഒക്കെ അവിടെ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഒക്കെ അത് എടുത്തെടുക്കാൻ പറ്റുന്നൊക്കെ ഉള്ളൊരു വർത്താനാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 0 റെസ്പെക്റ്റ് ആണ്. പക്ഷെ പുറത്ത് എന്ത് കോഴ്സ് ആയിക്കോട്ടെ, ഈ നമ്മുടെ ബി ഫാം ആയിക്കോട്ടെ ഡി ഫാം ആയിക്കോട്ടെ അതിനനുസരിച്ചുള്ള റെസ്പെക്റ്റും സാലറി നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇനി എൻ്റെ കേസിൽ ഞാൻ സാലറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് 6 മാസം ഞാൻ ട്രെയിനിങ് ഫാർമസിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ആ വർക്ക് ചെയ്ത സ്ഥലത്ത് എനിക്ക് കിട്ടിയത് വെറും 6000 രൂപയാണ് കേട്ടോ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിൽ അത്ര വലുതല്ല, കുറച്ച് ചെറിയ ഹോസ്പിറ്റലാണ്, അതേപോലെ തന്നെ അത്ര തിരക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് 6000 കിട്ടിയത്. വലിയ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10 to 15 ഉള്ളിൽ നമുക്ക് എന്തായാലും സാലറി കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ റീറ്റെയിൽ ഫാർമസിയിലേക്ക് കയറിയത്. ഇവിടെ എന്തായാലും നമുക്ക് ഒരു 20 എബോവ് നമുക്ക് എന്തായാലും സാലറി കിട്ടും. റീറ്റെയിൽ ഫാർമസിയിൽ നമ്മുടെ ലൈസൻസ് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഇവിടെ റീറ്റെയിൽ ഫാർമസിയിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു 20 എബോവ് സാലറി എന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മുടെ പുറത്തേക്ക് പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് പറയുകയാണെങ്കിൽ പുറത്തേക്ക് നല്ല സാലറി പാക്കേജോടെ 2 കൊല്ലത്ത് ഇവിടെ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നത്. പിന്നെ +2 സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത ആൾക്കാർക്ക് ഈ ബി ഫാം കോഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഉള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റില്ല. എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കൊമേഴ്സ് എടുത്ത് ഡിഗ്രി പഠിക്കുകയാണ്, അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തിട്ട് ബി ഫാം എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും പറ്റില്ല. സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബി ഫാം എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഈ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുമ്പോൾ അത് ഓരോ കോളേജിൽ മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു 5-5 ലക്ഷമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അത് ഓരോ സ്ഥലത്ത് മാറും. പിന്നെ ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ മെറിറ്റ് വഴി അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം വഴി, കീമ് നീറ്റ് എക്സാം വഴി, അല്ലെങ്കിൽ മെറിറ്റ് അതായത് +2 മാർക്കിൻ്റെ ബേസിലാണ് നമുക്ക് ഇതിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ശേഷമല്ലേ നമുക്ക് അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ ആർക്കെങ്കിലുമൊക്കെ ബി ഫാം എടുക്കണം അല്ലെങ്കിൽ ഡി ഫാം എടുക്കണം എന്ന് താല്പര്യമുണ്ട്, ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തോളൂ കേട്ടോ. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ബാക്കി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇഷ്ടമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.